ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം. അപ്പൊ എനിവേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആയ ബിയോണ്ട് എർത്ത് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ആകാശത്തിലെ കുറെ വിസ്മയങ്ങളെ പറ്റിയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില ചോദ്യങ്ങളാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ഒരു വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ. അപ്പൊ എനിവേ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ വാട്ട് ഈസ് ദ നെയിം ഓഫ് അവർ ഹോം ഗാലക്സി? നമ്മുടെ ഹോം ഗാലക്സിയുടെ നെയിം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തെടുക്കുക. മിൽക്കി വേ ഗാലക്സി അല്ലെങ്കിൽ ആകാശഗംഗ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, വൈ ഈസ് ദ സൺ അപ്പിയേഴ്സ് ദ ബ്രൈറ്റസ്റ്റ് ഒബ്ജക്ട് ഇൻ ദി സ്കൈ? എന്തുകൊണ്ടാണ് ആകാശത്ത് നിന്ന് കാണുന്ന ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് സണ്ണിനെ കാണാൻ സാധിക്കുന്നത്? അതിന്റെ റീസൺ പറയുവാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് റീസൺ പറയാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ സൺ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ, എർത്തിൽ നിന്ന് നോക്കുമ്പോൾ എർത്തിലായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണ്. അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നതാണ് നമ്മുടെ സൺ എന്ന് പറയുന്നത്. ഈ സ്റ്റാറിന്റെ പ്രത്യേകത എന്താണ്? അവ സ്വയം ഇതുപോലെ ലൈറ്റും ഹീറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് അല്ലെ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ സണ്ണും. നമ്മുടെ സൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്പെറിക്കൽ ബോൾ ആണ്. അതിനകത്ത് ധാരാളം ഹ്യൂജ് എമൗണ്ട് ഓഫ് ഗ്യാസസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹൈ എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഹൈ എനർജി ഓഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കത് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ ആൻസർ ഒന്ന് വായിച്ചു നോക്കാം. The sun appears the brighter than other star in the sky because it is closest star to the earth. It is an extremely hot spherical ball of gases that emit huge amount of energy. This energy make it glow brightly and shine brightly in our sky. ഓക്കെ, ആൻസർ കിട്ടിയില്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ കോൺസ്റ്റലേഷൻ? മലയാളത്തിൽ നമ്മൾ നക്ഷത്രഗണം എന്ന് പറയും. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ശരിക്കും നക്ഷത്രഗണം അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് ആകാശത്ത് കുറേ നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ആ നക്ഷത്രങ്ങളെ പരസ്പരം ഒരു ലൈൻ കൊണ്ട് നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് പല ഷേപ്പിലുള്ള അല്ലെങ്കിൽ പല ആകൃതിയിലുള്ള ആൾക്കാരെ നമുക്ക് അതിൽ നിന്നും അനുമാനിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുറെ പാറ്റേൺസ് നമുക്ക് ആകാശത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ നക്ഷത്രഗണങ്ങൾ എന്ന് പറയുന്നത്. എ കോൺസ്റ്റലേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ദാറ്റ് ഫോം എ റിക്കഗ്നൈസബിൾ പാറ്റേൺ ഇൻ ദി സ്കൈ. കുറെ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട്. ബിഗ് ഡിപ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഓറിയോൺ, അങ്ങനെ കുറെ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇതൊന്ന് വരയ്ക്കാനായിട്ട് കൂടി ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ് മക്കളെ, A portion of the night sky with a star is shown in figure. ഇതാണ് നമ്മുടെ ഫിഗർ, തന്നിരിക്കുന്ന ഫിഗർ കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. And look carefully and identify the group of stars that form the pattern the Big Dipper and the Little Dipper. And draw line to connect the star for this pattern and label them. അപ്പം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇത് ഇതിന്റെ ആൻസർ ആണ് കേട്ടോ. ഇത് ഇതിന്റെ ആൻസർ ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം, ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ബിഗ് ഡിപ്പറും അതുപോലെ തന്നെ ലിറ്റിൽ ഡിപ്പറും നമുക്ക് കണ്ടുപിടിക്കണം. അത് മാത്രമല്ല നമുക്ക് വരയ്ക്കൂടെ ചെയ്യണം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ഇതാ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്? ബിഗ് ഡിപ്പർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലിറ്റിൽ ഡിപ്പർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഈ കാണുന്ന നക്ഷത്രങ്ങളെ ഒക്കെ നമുക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ലൈൻ ചെയ്ത് മാർക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു വലിയ തവിയുടെ സിമ്പൽ ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു സ്റ്റാർ ആണ് പോൾ സ്റ്റാർ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, an artist representation of a solar system is given in figure. താഴെ തന്നിരിക്കുന്ന ഒരു ഫിഗർ ആണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് വരച്ചിട്ടുള്ളത്. ഈസ് ദ ഓർഡർ ഓഫ് പ്ലാനറ്റ് ഇസ് കറക്റ്റ്? ഇഫ് നോട്ട്, റൈറ്റ് ദ കറക്റ്റ് ഓർഡർ ഇൻ ദി ബോക്സ് ഇൻ എ ഫിഗർ. ഓക്കെ, നമുക്കറിയാം സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും സെന്ററിൽ നമ്മുടെ സൂര്യനാണ്. സൂര്യനുമായിട്ടും ഏറ്റവും അടുത്തിരിക്കുന്നത് മെർക്കുറിയാണ്. പിന്നെ വീനസ് ഉണ്ട്, പിന്നെ എർത്ത് ഉണ്ട്, പിന്നെ മാർസ് ഉണ്ട്. ആ ഒരു ഓർഡർ നമുക്കറിയാം. ഈ ഓർഡർ തന്നെയാണോ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം ക്രോസ് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ അനുയോജ്യമായ രീതിയിൽ എഴുതണം. അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഓരോ ഫിഗറും തന്നിട്ട് ഇതിൽ ഏതായിരിക്കും നമ്മുടെ എർത്ത്, ഏതായിരിക്കും ജൂപ്പിറ്റർ, ഏതായിരിക്കും യുറാനസ് എന്നൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ദ ഓർഡർ ഫ്രം ദി സൺ ഈസ് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ ആൻഡ് യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. അപ്പൊ ഇതിന്റെ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും 1, പിന്നെ 2, പിന്നെ 3, 4, 5, 6, 7, 8. അത് ഓരോന്നിന്റെയും താഴെ എത്രാമത്തെയാണ് എന്നിവിടെ ലേബൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ചെയ്യുക, ചെയ്ത് തന്നെ പഠിക്കുക. ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.